അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ മറു കേസ് നൽകി കെ.പി.സി.സി ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ. എഫ്ഐആർ റദ്ദാക്കണമെന്ന ആവശ്യം തനിക്കെതിരായ എഫ്ഐആർ രാഷ്ട്രീയ പ്രേരിതമെന്നും സന്ദീപ് മുഖ്യമന്ത്രിക്കും ഡിജിപിക്കുമാണ് പരാതി നൽകിയത്. വർഷങ്ങൾക്ക് മുൻപിട്ട FB പോസ്റ്റിന്റെ പേരിലാണ് കേസ് എടുത്തിരിക്കുന്നത്. അതിജീവിതയെ അധിക്ഷേപിച്ചിട്ടില്ലെന്നും പരാതിയിൽ പറയുന്നു. നാളെ സന്ദീപിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കും. അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, ഈ വിഷയത്തിൽ സന്ദീപ് വാര്യർ ഏത് രീതിയിലാണ് മറു കേസ് നൽകിയിരിക്കുന്നത്? എഫ്ഐആർ റദ്ദാക്കണമെന്നുള്ള ആവശ്യം എന്തിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് സന്ദീപ് വാര്യർ ചൂണ്ടിക്കാട്ടുന്നത്? അതിജീവിതയെ അധിക്ഷേപിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സന്ദീപ് വാര്യർ ഇപ്പോൾ മറു കേസ് നൽകിയിരിക്കുന്നത്. പ്രധാനമായിട്ടും മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ DGPക്കും ഉൾപ്പെടെയാണ് പരാതി നൽകിയിരിക്കുന്നത്. താൻ വർഷങ്ങൾക്ക് മുൻപിട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. ആ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഇത്തരത്തിൽ താൻ അതിജീവിതയെ അധിക്ഷേപിച്ചു എന്നുൾപ്പെടെ പറയുന്നത്. തൻ്റെ ഭാഗത്തുനിന്ന് അതിജീവിതയെ അധിക്ഷേപിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല. അത് മുൻപ് ഏതാനും വർഷങ്ങൾക്ക് മുൻപിട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് മാത്രമാണ് എന്നുള്ളതാണ് സന്ദീപ് വാര്യർ ഏതായാലും പറയുന്നത്. ഏതായാലും സന്ദീപിനെ സംബന്ധിച്ചിടത്തോളം സന്ദീപ് ഇപ്പോഴും ഏകദേശം ഒരു 4 ദിവസത്തിലേറെയായി ഒളിവിൽ തുടരുന്ന സാഹചര്യം തന്നെയാണുള്ളത്. മാത്രമല്ല സന്ദീപ് വാര്യരുടെ മുൻകൂർ ജാമ്യാപേക്ഷയാണെങ്കിൽ നാളെ കോടതി പരിഗണിക്കാനിരിക്കെയാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്കും DGPക്കുമൊക്കെ പരാതി നൽകിക്കൊണ്ട് സന്ദീപ് രംഗത്തെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതേസമയം 4-ാം ദിവസവും സന്ദീപ് ഒളിവിൽ തുടരുന്ന ഒരു സ്ഥിതി തന്നെയാണ് ഉള്ളത്.